بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാൻ അതിന്റെ പാതി പിന്നിട്ടു. മഹാന്മാരായ ബദരീങ്ങളെ നാം അനുസ്മരിച്ചു. ഇന്ന് നാം അനുസ്മരിക്കുന്നത് മഹാനായ അലിയുൻ കറമല്ലാഹു വജ്ഹഹു മഹാനവറുകളെ കുറിച്ചാണ്. മഹാനവറുകളുടെ ആണ്ട് ദിനം റമളാൻ 21. അതിന്റെ 3 ദിവസം മുമ്പാണ് മഹാനവറുകളുടെ വഫാത്തിന് കാരണമായ സംഭവം നടക്കുന്നത്. അപ്പോ ഇന്നത്തെ ദിവസം നമുക്ക് മഹാനായ അലിയാർ തങ്ങളെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, അലി റളിയല്ലാഹു അൻഹു അതിന്റെ കവാടമാണ് എന്ന് വിശേഷിപ്പിച്ച അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് വിവരിക്കാം. സാധ്യമാം വിധം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസദുല്ലാ, അല്ലാഹുവിന്റെ സിംഹം. ഹൈദർ, അസദുല്ലാ, ഹൈദർ, ഈ രണ്ട് പരിശുദ്ധ നാമങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേരുകളാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണ്. മഹാനായ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ മഹദി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയവരാണ്. അലി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് കഅബ ശരീഫിനുള്ളിലാണ്. ഒരിക്കല്, അതായത് അതിന്റെ സാഹചര്യം, കഅബയുടെ സമീപത്തായിരുന്നപ്പോൾ പ്രസവ വേദന തുടങ്ങി. മഹദി കഅബാലയത്തിൽ കയറി. അവിടെയാണ് പ്രസവം നടന്നത്. അപ്പോ കഅബാലയത്തിനുള്ളിൽ ജനിച്ച മഹാനാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു. മഹാനവരുടെ കുടുംബം ഖുറൈശി ഹാഷിമി, ഖുറൈശി തറവാട്ടില് ഹാഷിമി കുടുംബത്തിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. ഖുറൈശികളിലെ വലിയൊരു ഉദാരനായ വ്യക്തിയായിരുന്നു മഹാനായ അവിടുത്തെ പിതാവ് അബൂ താലിബ് അവറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ വല്ലിപ്പയുടെ വഫാത്തിന് ശേഷം ഏകദേശം 42 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയെ സംരക്ഷിച്ചത് മഹാനായ അബൂ ത്വാലിബ് എന്നവരാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവും
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പാപ്പയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. റസൂലുള്ളാഹിന്റെ മൂത്താപ്പയാണല്ലോ അബൂ താലിബ് എന്നവര്. അപ്പൊ മുത്താപ്പയുടെ മകൻ എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ പോറ്റിയത് അബൂ താലിബ് എന്നവരാണ്. അബ്ദുള്ള എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ ഏറ്റവും ഇളയ ആളാണ്. പലരും അങ്ങനെ റസൂലുള്ളാഹിന്റെ എളാപ്പ എന്ന് അബൂ താലിബ് എന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും ഏറ്റവും ചെറിയ ആള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയാണ് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ഏറ്റവും ചെറിയ കുട്ടി. അലി റളിയല്ലാഹു അൻഹു അല്ലാതെ അബൂ താലിബ് എന്നവർക്ക് ത്വാലിബ്, ഉഖൈല്, ജാഫർ എന്നിങ്ങനെ 3 ആൺമക്കളും ഉമ്മുഹാനി, ജുമാന എന്നിങ്ങനെ 2 പെൺമക്കളുണ്ട്. അതായത് ആ കുടുംബം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്കും ബാപ്പാക്കും 6 മക്കളുണ്ട്. 4 ആണും 2 പെണ്ണും. 4 ആണിൽ ഒരാളാണ് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ പോറ്റി വളർത്തിയതാണ് അലി റളിയല്ലാഹു അൻഹു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പാക്ക് 30 വയസ്സായ കാലത്താണ് അലി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ 35-ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. അലിയാർ തങ്ങളും ഫാത്തിമ ബീവിയും തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 5 വർഷമാണ്, 5 വയസ്സാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ ജീവിതകാലം മുഴുവൻ അലി റളിയല്ലാഹു അൻഹു, അതായത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പാക്ക് 40-ാം വയസ്സിലാണല്ലോ ലാഹിറായിട്ട് നുബുവത്ത് ലഭിക്കുന്നത്. നുബുവത്ത് ലഭിച്ചപ്പോ ആദ്യമായി വിശ്വസിച്ചത്, കുട്ടികളിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് അലി റളിയല്ലാഹു അൻഹുവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ കൂടെയാണ് അലി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. അതിനൊരു കാരണം, അതായത് മക്കയിൽ വലിയൊരു ക്ഷാമം വന്നു. വലിയ ക്ഷാമം വന്നപ്പോ മഹാനായ അബൂ താലിബ് എന്നവർക്ക് ഒരുപാട് മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെല്ലാം പോറ്റാൻ വലിയ പ്രയാസമായി. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ അലിയാര് തങ്ങളെ ഏറ്റെടുത്തു. അലിയാര് തങ്ങളെ ഏറ്റെടുത്ത് അന്ന് മുതൽ പിന്നീട് റസൂലുള്ളാഹിന്റെ കുട്ടിയായിട്ടാണ് അലിയാര് തങ്ങൾ വളരുന്നത്. ഓരോന്നിനും ഓരോ സബബ് അല്ലാഹു വെച്ചതാണ്. അലിയാര് തങ്ങളെ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പൊന്നുപോലെ നോക്കി വളർത്തി. കാരണം അല്ലാഹുവിന്റെ അസ്ലിയായ ഖളായില് പിന്നീട് ഫാത്തിമ ബീവിയുടെ ഭർത്താവായി വരുന്ന ഒരാണല്ലോ അലിയാര് തങ്ങൾ. അപ്പോ അലിയാര് തങ്ങളെ അവരുടെ വിവാഹ സമയത്ത് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഭാവിയിലുള്ള മരുമകനെ ആണ് അള്ളാഹുവിന്റെ ഹിക്മത്ത് നോക്കാം. അതിന് ഓരോ മക്കത്തിന് ക്ഷാമം വന്ന് ആ ക്ഷാമം കാരണം അതിന്റെ പേരും പറഞ്ഞ് ആ രീതിയിൽ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കുടുംബത്തിലേക്ക്, അഹ്ലു ബൈത്തിലേക്ക് ചെറുപ്പത്തിൽ തന്നെ കയറി വന്നു. അള്ളാഹുവിന്റെ നേരത്തെയുള്ള എഴുതൽ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആ കുടുംബത്തിലെ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ റസൂലുള്ളാഹിന്റെ കൊച്ചുമകനായ സെയ്ദ് ഇബ്നു ഹാരിസ്, വിശുദ്ധമായ ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു സഹാബി സെയ്ദ് ഇബ്നു ഹാരിസ്. വേറെ ഒരു സഹാബികൾ 1.25 ലക്ഷം ഉണ്ടെങ്കിലും ഫലമ്മാ ഖളാ സെയ്ദും മിൻഹാ വത്റൻ സവ്വജ്നാകഹാ എന്ന സൂറത്ത് അഹ്സാബിൽ അല്ലാഹു പേര് പറഞ്ഞ ഒരേ ഒരു സഹാബി സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹിന്റെ പോറ്റുമകനാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണ്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ദീർഘമായ ചരിത്രങ്ങളാണ്, നമുക്ക് സ്കിപ്പ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പറയുകയാണ്, സമയം കുറവാണ്. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ അലി റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. പിന്നീടാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഓരോ
കഴിവ് പ്രകടമാകുന്നത് അപ്പോഴേക്ക്. കാരണം റസൂലുള്ളാഹിന്റെ 30-ാം വയസ്സിലാണ് അലി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്, 53-ാമത്തെ വയസ്സിലാണ് ഹിജ്റ. അപ്പോ 23-ാമത്തെ വയസ്സിലാണ് അലി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തുന്നത്. 2-ാമത്തെ വർഷമാണ് ബദർ നടക്കുന്നത്. അപ്പോ ബദർ നടക്കുമ്പോൾ അലിയാർ തങ്ങളുടെ പ്രായം 25 വയസ്സാണ്. ചെറുചെറുക്കുള്ള ചെറുപ്പക്കാരനാണ് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ബദറിലെ സാന്നിധ്യം എല്ലാവർക്കും അറിയാം. അലി റളിയല്ലാഹു അൻഹു എതിരാളി തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം, ആ യുദ്ധത്തിൽ എതിരാളിയെ അലർത്തിയടിച്ച സംഭവങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. അലി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഉഹദിലുള്ള അവിടുത്തെ പ്രകടനവും അവിടുത്തെ ധീരമായ പോരാട്ടവും ചരിത്ര പ്രസിദ്ധമാണ്. അതിനിടയിലാണ് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം നടക്കുന്നത്. മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ആദ്യം സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് ഞാൻ അള്ളാഹു പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോഴും അദ്ദേഹം മറുപടി പറഞ്ഞു. പിന്നീടാണ് ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ റസൂലുള്ളാഹിന്റെ മരുമകനാണല്ലോ. പിന്നീടാണ് അലിയാർ തങ്ങൾ ചെന്ന് ചോദിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തിൽ മർഹബ പാടി അലിയാർ തങ്ങളെ മർഹബ പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു. അങ്ങനെ വളരെ ലളിതമായ രീതിയിലാണ് അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും വിവാഹം നടക്കുന്നത്. മഹാനായ അലിയാർ തങ്ങൾ ഖന്തഖിലെ മഹാനവറുകളുടെ പോരാട്ടം വളരെ പ്രസിദ്ധമാണ്. ഏറ്റവും പ്രസിദ്ധമായത് ഖൈബറിലാണ്. ഖൈബറിന്റെ കോട്ടകളെ വിറപ്പിച്ച അലിയുൻ കറമല്ലാഹു വജ്ഹഹു. അവിടുത്തെ പരിച പൊട്ടി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു. അതിനു മുമ്പ് നാം പറയാൻ വിട്ടുപോയൊരു സംഭവം അവിടുത്തെ വാള്, ദുൽഫഖാർ എന്ന വാളിന്റെ ചരിത്രമുണ്ട്. ബദറിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വാള് പൊട്ടി. വാള് പൊട്ടിയപ്പോൾ ശത്രുക്കൾ ചുറ്റുമുണ്ട്. നിമിഷാർദ്ധത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കയ്യിലുള്ള വാള് എറിഞ്ഞു കൊടുത്തു. വായുവിലൂടെ അലിയാർ തങ്ങൾ ആ വാള് പിടിച്ചു. ആ വാളാണ് ചരിത്ര പ്രസിദ്ധമായ ദുൽഫഖാർ വാൾ. ദുൽഫഖാർ വാള് ബദറിൽ അലിയാർ തങ്ങളെ ആയുധം അത് നഷ്ടപ്പെട്ടപ്പോ, വാള് പൊട്ടിപ്പോയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വാളാണ് ദുൽഫഖാർ. അറബികൾക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, ലാ ഫതൻ ഇല്ലാ അലി വലാ സൈഫ ഇല്ലാ ദുൽഫഖാർ. അലി അല്ലാതൊരു യുവാവില്ല, ദുൽഫഖാർ അല്ലാതൊരു വാളില്ല. വാളിന്റെ ചരിത്രം, അലിയാർ തങ്ങളുടെ പരിചയുടെ ചരിത്രവും പ്രസിദ്ധമാണ്. ഖൈബറിലെ മഹാനവരുടെ പരിച നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയി. ആ സമയത്ത് അലിയാർ തങ്ങള് ഖൈബറിന്റെ കോട്ടവാതിൽ പിഴുതെടുത്തു. ഖൈബറിന്റെ കോട്ടവാതിൽ പിഴുതെടുത്ത് അത് പരിചയാക്കിയാണ് യുദ്ധം ചെയ്തത്. യുദ്ധത്തിന് ശേഷം സഹാബത്തിൽ 70 സഹാബത്ത് ഒന്നിച്ച് പിടിച്ചു നോക്കി ആ വാതിലൊന്ന് പൊക്കാൻ. 70 പേർ കൂടിയിട്ടു ആ വാതിൽ ഉയർത്താൻ കഴിയുന്നില്ല. ആ വാതിലാണ് അലിയാർ തങ്ങൾ ഒറ്റ കൈ കൊണ്ട് പൊക്കിയത്. അല്ലാഹുവിന്റെ ശക്തിയുടെ മദ്ഹറാണ് അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു. എന്തിന്? ഖൈബറിലേക്ക് പോകുമ്പോൾ ഖൈബർ കോട്ട ഉപരോധിച്ച് ഒരുപാട് ദിവസങ്ങൾ അവിടെ തങ്ങേണ്ടി വന്നു. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ടായി. ജൂതന്മാരല്ല ഇന്നും അന്നും ഉമ്മത്തിന്, ഈ മുസ്ലിം സമുദായത്തിന്റെ തലവേദന ജൂതന്മാരാണ്.
അപ്പോ ജൂതന്മാർ അവിടെ ശക്തമായ കോട്ടയിൽ ഒരുപാട് ദിവസങ്ങൾ മാസങ്ങൾ കഴിയാനുള്ള ഭക്ഷണവുമായിട്ടാണ് അവര് അവിടെ തമ്പടിച്ചിരിക്കുന്നത്. ആ ഹൈബറിന്റെ കോട്ട കീഴടക്കണം. അപ്പൊ ആര് നേതാവാകണം? അള്ളാഹുവിന്റെ റസൂല് തലേ ദിവസം പറഞ്ഞു, ഞാൻ ഈ റായത്ത് ദീനിന്റെ കൊടി, നാളെ ഹൈബർ പട നയിക്കാനുള്ള കൊടി ഒരാൾക്ക് നൽകും. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നു, അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു, അദ്ദേഹം മുഖേന ഹൈബർ വിജയിക്കുന്നതാണ്. ഈ ഹദീസ് പ്രസിദ്ധമാണ്. ഈ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ജീവിതത്തിൽ നേതാവാകാൻ കൊതിച്ച ഒരൊറ്റൊരു സന്ദർഭം അതാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു? അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു, അള്ളാഹു റസൂലും തിരിച്ചും സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം, അദ്ദേഹത്തെ കൊണ്ട് നാളെ ഹൈബർ ഫതഹാകും. എല്ലാവരും സഹാബത്ത് ഓരോരുത്തർ റസൂലിനെ കാണാൻ വേണ്ടി മുന്നിലോട്ട് വന്നു നിന്നു എന്ന ചരിത്രം. എന്നെ സ്വീകരിക്കട്ടെ എന്ന് കരുതി. അപ്പൊ റസൂലുള്ള ചോദിച്ചത്, അലി എവിടെയാണ്? അലി എവിടെ? അപ്പൊ ആരോ പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, കണ്ണ് അസുഖമായിട്ട് വന്നിട്ടില്ല റസൂലെ, ടെന്റിലാണ്. അപ്പൊ അലിയാർ തങ്ങളെ വിളിച്ചു വരുത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീർ അലിയാർ തങ്ങളുടെ കണ്ണിൽ പുരട്ടി. പിന്നീട് അലിയാർ തങ്ങൾക്ക് കണ്ണ് രോഗം ഉണ്ടായിട്ടില്ല. ഓരോ നിമിത്തം നോക്കാം. എന്നിട്ടാണ് അലിയാർ തങ്ങളുടെ കയ്യിൽ ആ ഹൈബറിന്റെ കൊടി നൽകുന്നത്. അങ്ങനെയാണ് അലിയാർ തങ്ങള് ഹൈബർ ജയിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഹൈബറിന്റെ കോട്ടവാതിൽ പറിച്ചെടുക്കുന്നത്. 70 പേർ പിടിച്ചാലും പൊങ്ങാത്ത കോട്ടവാതിൽ. അങ്ങനെ തുടർന്നുള്ള ഓരോ യുദ്ധങ്ങളും ഓരോ രംഗങ്ങളിലും മഹാനായ അലിയാർ തങ്ങളുടെ അതിശക്തമായ സാന്നിധ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ വഫാത്തിന് ശേഷം മഹാനായ സിദ്ദീഖ് തങ്ങൾ ഖലീഫയായി. അവിടുത്തെ വഫാത്തിന് ശേഷം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. പിന്നീട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി. അവിടുത്തെ അതിദാരുണമായ വേദനാജനകമായ ആ ഒരു വിയോഗം, അതിനുശേഷമാണ് മഹാനായ അലിയാർ തങ്ങള് ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. മഹാനവറുടെ ഖിലാഫത്ത് കാലം പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു. അതിലേക്കൊന്നും ആഴ്ന്നിറങ്ങുന്നില്ല. മഹാനവറുകൾക്ക് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഹസൻ, ഹുസൈൻ, മുഹ്സിൻ എന്നിങ്ങനെ 3 മക്കളും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ 5 മക്കൾ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൊത്തത്തിൽ അലിയാർ തങ്ങൾക്ക് 12ഓളം മക്കളുണ്ട്. ഫാത്തിമ ബിയിൽ നിന്ന് മാത്രം 5 മക്കളാണുള്ളത്. ഫാത്തിമ ബിയുടെ വഫാത്തിന് ശേഷമാണ് പിന്നീടുള്ള വിവാഹങ്ങൾ ചെയ്തത്. അതിൽ നിന്നാണ് മക്കളുണ്ടായത്. ഈ മക്കളിൽ ഏതാണ്ട് എല്ലാവരും, അതായത് എണ്ണപ്പെട്ട ചിലരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ദാരുണമായ കർബലയിൽ ഷഹീദായി. ആനായ അലിയാർ തങ്ങളാവട്ടെ ഈ റമളാൻ 17 അപ്പോഴാണ് ഖവാരിജിയക്കൾപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന നീചനായ ഒരു വ്യക്തിയുടെ വാളാൽ മഹാനവറുകൾ വെട്ടേറ്റു. ഏകദേശം 3 ദിവസത്തോളം ആ വേദന സഹിച്ചു കിടന്ന റമളാൻ 21-നാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത്. മഹാനവറുകൾ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ വല്ലാത്തൊരു രംഗമാണത്. അത് അന്നത്തെ സാഹചര്യം അതൊരു വല്ലാത്ത സാഹചര്യവുമായിരുന്നു. മഹാനവറുകളെ അങ്ങനെ തന്നെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി എന്ന് പോലും പറയുന്ന മഹാന്മാരാണ്. മഹാനവറുകളെ അപ്പോൾ ഖബർ മഷ്ഹൂറാക്കി എന്നില്ല എന്ന അഭിപ്രായമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് അത്രമാത്രം ഖവാരിജിയാക്കള് രാത്രി വന്ന് ഖബർ മാന്തുമോ എന്ന് പോലും ഭയപ്പെട്ട സമയം. ചുരുക്കി പറഞ്ഞ ഏത് മഹാന്മാർക്കും പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. കാരണം മഹാന്മാരുടെ ഒറ്റ നേതാവ് അലിയാർ തങ്ങൾക്ക് വന്ന പരീക്ഷണം ചിന്തിച്ചാല് തല കത്തിപ്പോകും. അങ്ങനത്തെ പരീക്ഷണമാണ് വന്നത്. മഹാനവറുകളുടെ വിവാഹം തന്നെ അതിനൊക്കെ ഒരുപാട് ബാത്തിനിയായ രഹസ്യങ്ങളുണ്ട്.
ലാഹിറിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയാണ് കൈ കൊടുത്തതെങ്കിൽ ബാത്തിനിയായിട്ട് അള്ളാഹു അതേസമയം ആകാശത്ത് വെച്ച് അലിയാർ തങ്ങൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തു എന്നൊക്കെ അലിയാർ തങ്ങളുടെ നിക്കാഹിന്റെ സംഭവങ്ങൾ കാണാം. ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിയത് കൊണ്ട് ഏറ്റവും വലിയ പരീക്ഷണങ്ങളും മഹാനവറുകളുടെ ജീവിതത്തിൽ പിന്തുടർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അലിയാർ തങ്ങൾ പാപ്പാന്റെ ഹഖജാഹ് ബർക്കത്ത് കൊണ്ട്, അഹ്ലുൽ ബൈത്തിന്റെ ഹഖജാഹ് ബർക്കത്ത് കൊണ്ട് അവസാന ശ്വാസം വരെ നമ്മുടെ ശൈഖ് തങ്ങൾ പാപ്പാന്റെ കാലിന്റെ ചോട്ടിൽ ഉറച്ചു നിന്ന് രക്ഷപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.